മൂന്നാം സമ്മാനം ഓരോ പവൻ 10 പേർക്ക് വീതം. ഇതാണ് നമ്മുടെ സമ്മാനത്തിൻ്റെ ഘടന. അപ്പോൾ കാർ ചലഞ്ചിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ നെറുക്കെടുക്കാൻ പോകുന്നത് ഇത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് നമ്മുടെ കൈവശം വിറ്റഴിച്ചതും അല്ലെങ്കിൽ മിച്ചം വന്നതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തും. രണ്ടാമത്തെ കാര്യം, ഇന്നത്തതിന് ശേഷം ഇന്നിപ്പോൾ പ്രൈസ് അടിക്കുമ്പോൾ ആ കൂപ്പൺ തന്നിട്ടുമില്ല, അതിൻ്റെ പൈസയും തന്നിട്ടില്ലെങ്കിൽ അതിന് പ്രൈസ് നമ്മൾ കൊടുക്കുന്നതല്ല. കൂപ്പൺ തിരിച്ചേൽപ്പിക്കാത്തത് കൂപ്പണിനകത്താണ് സമ്മാനം നെറുക്കെടുക്കുന്നതെങ്കിൽ അത് കൊടുക്കുന്നില്ല. പിന്നെ പൈസ ഏൽപ്പിച്ചിട്ടുണ്ട്, കൂപ്പൺ ബൈ ചാൻസ് എല്ലാവരും ഇന്ന് തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ബൈ ചാൻസ് പൈസ തന്ന് കണക്ക് വെപ്പിച്ച് ഉണ്ടെങ്കിൽ നമ്മളതൊരു സമ്മാനം കൊടുക്കണം. പക്ഷെ ബുക്ക് 15-ാം തീയതി നെറുക്കെടുപ്പ് 2 മണിക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്തിക്കണമെന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ 3 സമ്മാനങ്ങൾ, ആദ്യത്തത് 1, 2, മൂന്നാമത്തെ സമ്മാനം 10. എടുത്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ശ്രീ ഗുരുവായൂർ ഭഗവാന്റെ വിഗ്രഹം കൊണ്ടേ വെച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കാൻ പോകുന്നത്. പിന്നെ അടുത്തത്, ആദ്യത്തെ സമ്മാനം, ആദ്യത്തെ കുറി എടുക്കുന്നത് അവസാനത്തെ സമ്മാനമാണ്. 1-ാം സമ്മാനം 15 പവൻ സ്വർണ്ണാഭരണം, രണ്ടാമത്തത് 10 പവൻ, മൂന്നാമത്തത് ഓരോ പവൻ 10 പേർക്കാകുമ്പോൾ ആ ഓരോ പവൻ അർഹത കിട്ടിയ 10 പേരെയാണ് ആദ്യം തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷമാണ് 2-ാം സമ്മാനം, ഏറ്റവും അവസാനം 1-ാം സമ്മാനം. അങ്ങനെയാണ്. അവിടെ വിളക്ക് കെടാത്ത വിധത്തിൽ ഇനി എല്ലാവരും ഈ വിളക്ക് കത്തിച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞതിന് ശേഷം കയ്യിലിരിക്കുന്ന ആ ടോക്കൺ ഓപ്പൺ ചെയ്യാം. വിളക്ക് കത്തിച്ചതിന് ശേഷം ഫാൻ വേണമെങ്കിൽ ശരി. എല്ലാവരും കാണിയില്ല, ചിലതിനകത്ത് നമ്പറിൽ കാണാം. അപ്പം ഞാൻ വിളിക്കുന്നതിനനുസരിച്ച് പിന്നെ എല്ലാവരും ഓപ്പൺ ചെയ്താ. നമ്പർ 12 ആർക്ക് കിട്ടിയിരിക്കുന്നു? ശരി, അവിടെ കൊടുക്കും. ചുവപ്പുള്ളവർ ഞാൻ പറയട്ടെ. 12 പേരെഴുതിയെടുക്കും. നമ്പർ 11. ശരി, പുതിയ ആളാണ്. ഭഗവാൻ വന്നപ്പോൾ തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എഴുത്, പേരെഴുത്. നമ്പർ 10 വേണുഗോപാൽ. നമ്പർ 9 നമ്പർ 8 എല്ലാ ജില്ലയിലും ആദ്യം ആലപ്പുഴ. 7 എടുത്തോ, എഴുതിയ മനസ്സിലാക്കുരിഷം. നമ്പർ 6 ലീല എസ് നായർ, അത് കൊടുത്താൽ മതി അങ്ങോട്ട്. നമ്പർ 5 തങ്കമണി മോഹൻദാസ്, കൊടുത്താൽ മതി, പേരെഴുതിയാൽ മതി. നമ്പർ 5 ആണോ പറഞ്ഞത്? അപ്പോൾ 4 ആരാ? മനീഷ. ഫോറല്ലേ. നമ്പർ 3 ഗീത കുക്കുട്ട്.
നമ്പർ 1. ഇനി ആരുമില്ലല്ലോ, എല്ലാവരുടെയും ബ്ലാങ്ക് അല്ലേ? സോറി, ബ്ലാങ്ക് ആണല്ലോ. ആ ബ്ലാങ്കിൽ നിങ്ങളുടെ പേര് മാത്രം എഴുതുക. നിങ്ങളുടെ പേര് മാത്രം എഴുതുക. ഒറ്റ പേപ്പറുകളെല്ലാം കഴിഞ്ഞല്ലേ? പേര് മാത്രം എഴുതുക. എല്ലാവരും എഴുതി കഴിഞ്ഞിട്ട് ഓക്കെ പറയാം. നമ്പർ പേര് എഴുതിയ അത് ഒരാൾ ഇന്ന് മുഴുവൻ കളക്ട് ചെയ്ത് വേറൊരു ബോക്സിലാക്കണം. ഈ കൂപ്പണിൽ നിന്നും, അതായത് നിങ്ങളിപ്പോ ബാക്കി തന്നിരിക്കുന്ന അവരുടെ കൂപ്പണിൽ നിന്നും പിന്നെ അതിൻ്റെ അകത്ത് ആ 12 കൂടി ഇടുക. അത് കാര്യം എഴുതണമെന്നില്ല, അവരുടെ നമ്പർ എല്ലാവർക്കും അറിയാമല്ല. ശരി. നിന്നും 5 പേർക്ക്, പക്ഷെ ആ 5 പേരിൽ 5 പേർക്ക് നെറുക്കെടുപ്പ് കിട്ടുന്നവർക്ക് സാംസങ്ങിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ 5 പേർക്ക് കിട്ടും. പക്ഷേ ആ എടുക്കുന്ന ആള് ആരാണ് വിജയി, അവർ ഒരു ബുക്കെങ്കിലും ചെലവഴിച്ചവരായിരിക്കണം. അവളെ ചെലവഴിക്കാത്തതാണ് ഒരു നമ്പർ കിട്ടിയെങ്കിൽ അടുത്തെടുക്കും. അവർക്ക് മാത്രമേ ആ പ്രൈസ് കിട്ടൂ. ഒരു ബുക്കെങ്കിലും മിനിമം ചേർത്തവർക്ക് 5 പേർക്ക് ഇപ്പൊ പ്രൈസ് കിട്ടുന്ന ആള് ഒരു ബുക്ക് ചെലവഴിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് സമ്മാനത്തിന് അർഹരല്ല. രണ്ടാമത്തത് എടുക്കുന്നത് 1ഓ 2ഓ ബുക്ക് ചെലവഴിച്ചവരാണെങ്കിൽ അവർ സ്മാർട്ട് ഫോണിന് അർഹരാണ്. അങ്ങനെ 5 പേര് അർഹതയായി കിട്ടുന്നത് വരെ അതെടുക്കും. ആ 5 പേർക്കും ആ ചെലവഴിച്ചവർക്കുള്ള സമ്മാനമാണ് സാംസങ്ങിൻ്റെ ഓരോ സ്മാർട്ട് ഫോൺ 5 പേർക്ക്. ഇതോടുകൂടി നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തീരുന്നു. നമുക്ക് ആരംഭിക്കാം. ആദ്യം നമ്മുടെ വിറ്റഴിഞ്ഞ കൂപ്പണുകൾ കൗണ്ടർ ഫോയിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്, കിട്ടാതെയുണ്ട്, പകുതി കുറച്ചവരുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ കൃത്യമായിട്ട് ഓരോ ബണ്ടിൽ നമ്പർ നിങ്ങളെ കാണിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വന്ന് പരിശോധിച്ചിട്ട് നിഷേധിക്കുക. വരിക 1 മുതൽ 100 വരെ അല്ല ഒരു ബണ്ടിൽ. 50ൻ്റെ ഓരോ ബണ്ടിലുകളാണ്. അങ്ങനെ നമ്മൾ മുഴുവൻ തുടക്കം മുതൽ പെട്ടിയിലേക്ക് നിക്ഷേപിക്കുക. അപ്പോൾ നിക്ഷേപിക്കുമ്പോൾ ആ ബണ്ടിൻ്റെ നമ്പർ നിങ്ങളോട് പറയും. ആർക്കെങ്കിലും അതിനകത്ത് ഏതെങ്കിലും ഒരു കൂപ്പണിൻ്റെ നമ്പർ ഇല്ല എന്ന് നിങ്ങൾക്കുള്ള വിശ്വാസം രേഖ 500 രൂപ ഇടാൻ പറ്റേ ഇടാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. അതായത് ഇതിനകത്ത് നമ്മുടെ മുഴുവൻ കൂപ്പണുകളുടെ നമ്പരാണ് ഈ ബാഗ് നിറയുള്ളത്. അതിനകത്ത് ഏതെങ്കിലും ഒരു നമ്പർ ഇല്ലാതെയോ ഒഴിവാക്കിയോ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വന്നും ഓരോ ബണ്ടിലും അതിനകത്ത് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള നമ്പർ നിങ്ങൾക്ക് പരിശോധിക്കാം. ഇത് ഏതാണ്ട് 1.5 മാസമായിട്ട് ഓഫീസിൽ വർക്ക് ചെയ്ത് നമ്മുടെ ഗുരുവായൂർ ചെയ്തതുപോലെ. എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ കണ്ണ് വെട്ടിക്കാനായിട്ട് നമ്മൾ പറ്റത്തില്ല. ഭഗവാന്റെ സമക്ഷം നടത്തുന്നത് നീതിയുക്തം സത്യസന്ധം ആയിട്ട് മാത്രമേ നമ്മൾ നടക്കുകയുള്ളൂ. അതിലടിയുറച്ച് നമ്മൾ പോകുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ വിജയങ്ങളുടെ രഹസ്യവും അതുതന്നെയാണ്. ധർമ്മത്തെ കൈവിട്ടോ സത്യത്തിനോ നീതിക്കോ ന്യായത്തിനോ നിരക്കാത്തതൊന്നും അതിനെത്ര നഷ്ടം വന്നാലും നമുക്ക് കുഴപ്പമില്ല. ഇതിനകത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി ആ സമ്മാനം നമുക്ക് കിട്ടിയെങ്കിൽ ഭഗവാൻ നമ്മുടെ വഴി തടയും.
അങ്ങനെ വേണ്ട. അർഹരി കഷ്ടപ്പെട്ടവർക്ക് ആരാർക്കാണ് ഗുരുവായൂരപ്പൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളത് ഭഗവാൻ തന്നെ തീരുമാനിക്കട്ടെ. എല്ലാവരുടെയും അനുമതിയോടുകൂടി കൂപ്പണുകൾ പെട്ടിയിലേക്ക് നിക്ഷേപിക്കുകയാണ് കേട്ടോ. കഴിച്ച് 24,001 മുതൽ 24,500 വരെ, 16,500, 7,500 മുതൽ 8,000 വരെ. കംപ്ലീറ്റ് നമ്പർ കൊണ്ട് അടുക്കി വെച്ചിരിക്കുന്ന ഓയിൽ എടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അത് മുതൽ 6,000 വരെ. പറയണോ? അത് പറയാണ്ട് ഏതെങ്കിലും കൂപ്പൺ എഴുതിയിട്ടില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പരിശോധിക്കാം. അല്ലാതെ അവിടെ ഇരുന്ന് ഇത് വാങ്ങിയിട്ട് എഴുതിയില്ല, കിട്ടിയില്ല, അത് വായിച്ചില്ല, അതൊരു കംപ്ലൈന്റ് പറയുന്നു. ഇവിടെ വന്ന് പറഞ്ഞു 10,001 മുതൽ 10,500 വരെ, 10,001 മുതൽ 10,500 വരെ ഇട്ടിരിക്കുന്നു. 9,500 മുതൽ 10,000 വരെ, 9,500 മുതൽ 10,000 വരെ നിക്ഷേപിച്ചിരിക്കുന്നു. 7,001 മുതൽ 7,500 വരെ നിക്ഷേപിച്ചിരിക്കുന്നു. 21,501 മുതൽ 22 വരെ, 21,500 മുതൽ 22,000 വരെ നിക്ഷേപിച്ചിരിക്കുന്നു. 10,501 മുതൽ 11,000 വരെ, 10,500 മുതൽ 11,000 വരെ, 3,501 തൊട്ട് 4,000 വരെ, 3,501 മുതൽ 4,000 വരെ, 19,000 മുതൽ 19,500 വരെ, 19 മുതൽ 19,500 വരെ, 12,501 മുതൽ 12,501 മുതൽ 13 വരെ. 12,000 അലക്ഷ്യമായിട്ട് 12,000 മുതൽ 12,500 വരെ, 12,000 മുതൽ 12,500 വരെ, 23,501 മുതൽ 23,999 വരെ, 13,000 തൊട്ട് 13,500. അത് അടുത്ത ബണ്ടിലിനകത്ത് കയറി 13,000 തൊട്ട് 13,500 വരെ, 13 മുതൽ 13,500 വരെ, 11,000 മുതൽ 11,500 വരെ, 11,000 മുതൽ 11,500 വരെ, 9,001 തൊട്ട് 9,500 വരെ, 9,001 മുതൽ 9,500 വരെ, 14,500 മുതൽ 15,000 വരെ, 14,500 മുതൽ 15 വരെ, 8,501 മുതൽ 9,000 വരെ, 8,501 മുതൽ 9,000 വരെ, 17,000 മുതൽ 17,500 വരെ, 17 മുതൽ 17,500 വരെ, 14,001 തൊട്ട് 14,500 വരെ, 14,500 മുതൽ 14,001 മുതൽ 14,500, 23,000 മുതൽ 23,500 വരെ, 23 മുതൽ 23,500 വരെ, 13,501 തൊട്ട് 14,000 വരെ, 13,501 മുതൽ 14 വരെ, 3,001 മുതൽ 3,500 വരെ, 3,000 മുതൽ 3,500 വരെ, 21,500 മുതൽ 22 വരെ, 21,500 മുതൽ 22 വരെ, 1,001 മുതൽ 1,500 വരെ, 1,001 മുതൽ 1,500 വരെ, 4,501 തൊട്ട് 5,000 വരെ, 4,501 മുതൽ 5,000 വരെ, 5,001 മുതൽ 5,500 വരെ. ചേച്ചി അവിടെ ഇരിക്കും. നമ്മൾ കൊടുക്കാത്ത ബുക്ക് വരെ വായിച്ചിട്ടുണ്ട്. വിറ്റത് മാത്രമല്ല, നമ്മൾ ഇവിടെ കൊടുത്ത എല്ലാ ബുക്കുകളും. ഹലോ, തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പോവുകയാണ്. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നാരായണീയ പ്രചാരസഭയെ ആർക്കെങ്കിലും കൈകൊണ്ട് ആർക്ക് വേണമെങ്കിലും വന്ന് ഷൗളി ചെയ്യാം. വേദിയിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും വന്ന് ഷൗളി ചെയ്യാം. തുടർച്ചയായിട്ടുള്ള 10 വരാൻ പോകുന്ന 10 എണ്ണം പിന്നെ മൂന്നാം സമ്മാനത്തിൻ്റെ ഓരോ പവൻ സ്വർണ്ണാഭരണത്തിൻ്റെ അർഹതയാണ് വരാനായിട്ട് പോകുന്നത്. ഒരാൾ എഴുതാനായിട്ട് നിൽക്കും, ഒരാൾ ബോർഡിൽ എഴുതാനായിട്ട് മാർക്കാകും. 12ാമത്തെ സമ്മാനം ഒരു പവൻ സ്വർണ്ണാഭരണത്തിൻ്റെ വിജയിയെ ഗുരുവായൂരപ്പൻ സമക്ഷം തീരുമാനിക്കുവാനായിട്ട് ശ്രീ രോഹിണി ശശികുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
അടിയുന്ന എവിടെ ഇങ്ങനെ മേളിൽ തന്നെ എടുക്കണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടാ. 12ാമത്തെ സമ്മാനം ഒരു പവന്റെ സ്വർണ്ണാഭരണം. നമ്പർ, കൂപ്പൺ നമ്പർ, ബുക്ക് നമ്പർ എത്രയാണെന്നുള്ളത് നിങ്ങൾ നോക്കിക്കൊള്ളണം. 12629. ഇത് രോഹിണി ശശികുമാറിന്റെ പേര് എന്തിനാണ്? 12629. സ്വർണ്ണാഭരണം. അടുത്തത് 11ാമത്തെ സമ്മാനം ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് ആരാണ്? മാധവിക്കുട്ടി ടീച്ചർ. നമ്മുടെ നവാഗതരാണ്, പെരുമ്പാവൂരാണ് ടീച്ചറിന്റെ വീട്. നാരായണീയ നമ്മുടെ പുതിയ നവാഗതരുള്ള കർമ്മസമിതി അംഗമാണ് ടീച്ചർ. പതിനൊന്നാമത്തെ സമ്മാനം ഒരു പവന്റെ സ്വർണ്ണാഭരണം 22,859. 22,859. ബുക്ക് നമ്പർ 22,859. ഒരു പവൻ സ്വർണ്ണാഭരണം 11ാമത്തെ സമ്മാനം. 6,904. 6904. അഞ്ചാമത്തെ വിജയിയെ 6,904. 6904. നാലാമത്തെ മണീഷാജി തെരഞ്ഞെടുക്കുന്നു. 14,214. നാലാമത്തെ ഒരു പവൻ സ്വർണ്ണാഭരണത്തിന്റെ അവകാശി 14,000. $9,692. ആറാമത്തെ ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് വിജയി 9,690. ബുക്ക് നമ്പർ എത്രയാണ്? ബുക്ക് നമ്പർ 233 ബ്രാക്കറ്റ് ബുക്ക് നമ്പർ 12,629. ഇതോടുകൂടി ഒരു പവൻ സ്വർണ്ണാഭരണത്തിന്റെ വിജയികൾ തീരുകയാണ്. അടുത്തത് 10 പവന്റെയാണ്. 15,192 മൂന്നാം സമ്മാനത്തിന്റെ 10 ജേതാക്കളും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ശ്രീമതി ഗീത അപ്പുകുട്ടൻ 15,192. 15 ബുക്ക് നമ്പർ 284 നമ്പർ ബുക്കില് 15,192. വേണുഗോപാല നായർ നറുക്കെടുക്കുന്നു. വിജയെ തെരഞ്ഞെടുക്കുന്നു. ഭഗവത് സമക്ഷം. അത് കുഴപ്പമില്ല. 13,658. 13,658. നമുക്ക് നോക്കിയെടുക്കാം. 10ാം സമ്മാനം ഒരു പവൻ സ്വർണ്ണാഭരണം 254 നമ്പർ ബുക്കിൽ 13,658 എഴുതില്ലേ? 9ാമത്തെ സമ്മാന ജേതാവിനെ തിരഞ്ഞെടുക്കാൻ ടീച്ചറിന്റെ പേരെന്താണ്? വിജയകുമാരി ടീച്ചർ. 9ാമത്തെ സമ്മാന വിജയി ഒരു പവന്റെ സ്വർണ്ണാഭരണത്തിന് അർഹയായ വിജയിയെ തിരഞ്ഞെടുക്കാനായിട്ട് ടീച്ചർ എടുത്തു.
എന്തിങ്ങനെ വന്നത്? പതിനെട്ട് 344 18 347 നമ്പർ ബുക്കിൽ 18 344. അടുത്ത എട്ടാമത്തെ പേരെന്താണ്? എട്ടാമത്തെ വിജയിയെ അനിത സജീവ് തെരഞ്ഞെടുക്കുന്നു. അത് പിന്നീടല്ലേ. വേറും എട്ടാമത്തെ അല്ലേ ഇപ്പൊ എടുത്തു. എട്ടാമത്തെ സമ്മാനം ഒരു പവന്റെ ഗോൾഡ് 5390 5390 5390. ബുക്ക് നമ്പർ 88 5390. ആ എല്ലാ അഞ്ചൊക്കെ എങ്ങനെ വരുന്നു? അതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അതിങ്ങനെ നിങ്ങൾ എടുക്കണം. നമ്മൾ അവർക്ക് തോന്നുന്നതാ, ഭഗവത് നിശ്ചയമാണത്. ഒന്നും ചെയ്യരുത്, അവരുടെ ഒന്നും ചെയ്യണം. 5386 ബുക്ക് നമ്പർ ആണോ? 5386 ബുക്ക് നമ്പർ 88 ഏഴാമത്തെ. ശരി, ഇവിടെ തിരഞ്ഞെടുക്കാനായിട്ട് പോകുന്നത് ആരാണ്? സുനിത സുരേഷ്. ഓക്കെ, അല്ല അവിടെ താഴെ നമ്പരൊന്നും ശരി. രണ്ടാം സമ്മാനം ഇത്രയും ഒരു പവന്റെ ആണെങ്കിൽ 10 പവൻ. ഈ മൂന്നാം സമ്മാനത്തിന്റെ അത്രയും സ്വർണം ഒറ്റടിക്ക് രണ്ടാം സമ്മാന ജേതാവിന് കിട്ടാൻ പോകുന്നു. ആരാണ് ആ ഭാഗ്യശാലി എന്നുള്ളത് ശ്രീ ഗുരുവായൂരപ്പൻ അർഹതയ്ക്ക് അംഗീകാരം കൊടുക്കട്ടെ. 15820 1515820 15820 ബുക്ക് നമ്പർ 297. 15 പവൻ. ഇപ്പൊ സ്വർണത്തിന് ഏറ്റവും തീപിടിച്ച വിലയാണ്, അതും കൂടി ആർക്കണം. നമ്മള് ഈ പദ്ധതി ആരംഭിച്ചതിൽ നിന്നും വളരെ വില വ്യത്യാസം ഈ സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ കൊടുക്കുകയായിരിക്കും. 15820 രണ്ടാം സമ്മാനം കഴിഞ്ഞിട്ട് ഇനി ഒന്നാം സമ്മാനത്തിനെ തിരഞ്ഞെടുക്കുന്നത് സുജാത രമണൻ, 15 പവന്റെ സ്വർണ്ണാഭരണ ജേതാവ്. അവിടെയും അർഹതയ്ക്ക് അംഗീകാരം കൊടുക്കട്ടെ. 15 പവൻ സ്വർണ്ണാഭരണത്തിന്റെ ജേതാവിനെ സുജാത രമണന്റെ കരങ്ങൾ കൊണ്ട് തിരഞ്ഞെടുക്കാൻ പോകുന്ന ഭഗവത് മുഹൂർത്തം. ആകാംക്ഷാഭരിതരായിട്ട് എല്ലാവരും ഇരിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണാലയത്തിന് $2818 2818 ഭാഗ്യ നമ്പർ 2818 ഭാഗ്യ നമ്പറാണ്. നോക്കേ, ഫാൻസി നമ്പറാണ്. 2818 ബുക്ക് നമ്പർ. എല്ലാം പുറത്താണ്, പ്രചാരസഭയിലല്ല, എല്ലാം പുറത്താണ്.
37-ാം നമ്പർ ബുക്കിൽ 2818 2818 ഇതോടുകൂടി കർമ്മസമിതിയിലെ സ്വർണ്ണ പേടകത്തിന്റെ മുഴുവൻ സമ്മാനം. വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല, അത് ബുക്കാണോ അവരെടുത്തതാണോ? അവരുടെ ബുക്കാണ്. അല്ല, ആ ബുക്ക് മുഴുവൻ പുള്ളിയാണ് കാശ് കൊടുത്തത്. ഒരു കാര്യം ആലോചിക്കുക, ഓമന കല്യാണകൃഷ്ണനാണ് ആ ബുക്കിന്റെ മുഴുവൻ പൈസ പുള്ളി എടുത്തെടുത്തതാണ്. ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10 ലക്ഷം രൂപ ചികിത്സാ ചെലവിന് പുള്ളി ഹോസ്പിറ്റലിൽ കിടക്കുന്ന വ്യക്തിക്കാണ് ഈ സമ്മാനം ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അർഹത, അതാണ് ഞാൻ പറഞ്ഞത്, ഭഗവാന്റെ അർഹതയ്ക്ക് അംഗീകാരം. ഈ കല്യാണകൃഷ്ണൻ രോഗം ആകുന്നതിന് മുമ്പ് നമ്മുടെ ഇവിടെ ഓഫീസിൽ വന്ന് ഒരു ബുക്ക് പൂർണ്ണമായിട്ടെടുത്ത് ആ ഒരു ബുക്ക് ചെലവഴിക്കാതെ പൂർണ്ണമായിട്ടും അതിൻ്റെ പൈസ മുഴുവനായിട്ടും അടച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്കൊരു മെസ്സേജ് വന്ന് സാറിന് അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന്. അത് നേരിട്ട് കാണാം. ഞാനും നമ്മുടെ ഓഫീസിലുള്ളവരും നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററൊക്കെ കൂടി വീട്ടിൽ ചെന്നപ്പോഴാണ് പുള്ളി ഒരു രോഗത്തിൻ്റെ മെഡിക്കൽ ചെക്കപ്പിൽ ഒരു രോഗത്തിന് അടിമപ്പെട്ടു ഇരിക്കും. അങ്ങനെ യദുകുലത്തിനും നമ്മുടെ സിന്ദൂരത്തിനൊക്കെ ആ രാത്രി തന്നെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇത് കൊടുത്തു. പ്രാർത്ഥന എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ വീട്ടിൽ കണ്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കി. ആ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഏറ്റവും ചുരുങ്ങിയതൊരു 10 ലക്ഷം 12 ലക്ഷം രൂപ ചെലവാണ്. അങ്ങനെയുള്ള വ്യക്തിക്കാണ് ഓമന കല്യാണകൃഷ്ണൻ ഗുരുവായൂരപ്പന്റെ കരസ്പർശം എന്നുള്ളതിന് മറ്റെന്ത് തെളിവ് വേണം? അതാണ് ഒന്നാം സമ്മാനത്തിന്റെ 15 പവനും ഓമന കല്യാണകൃഷ്ണന് കിട്ടിയതിന്റെ അതീവ സന്തോഷം നമ്മൾ ഈ അവസരത്തിൽ ഓരോ സമ്മാന ജേതാക്കളെയും അവരുടെ അർഹത കണ്ടുപിടിച്ച് ആർക്കാണ് ആവശ്യം എന്ന് ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സമ്മേളന ഹാളിൽ, ഈ മീറ്റിംഗ് ഹാളിൽ ഭഗവാനുണ്ട് എന്ന് 100%. 2818 ഇതോടുകൂടി നമ്മുടെ ഈ സ്വർണ്ണപേടകത്തിൻ്റെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഏകദേശം ഏതാണ്ട് 68 ലക്ഷം രൂപയോളം 58 ലക്ഷം രൂപയോളം നമുക്ക് ഇതിൽ നിന്നും സമാഹരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിഞ്ഞതിൽ നല്ലൊരു ഈ പൈസ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ വിനിയോഗിക്കുകയാണ്. അതിലൊട്ടും നമുക്ക് ചാഞ്ചല്യമില്ല. ബാക്കിയുള്ള പൈസയെല്ലാം നമ്മൾ ശരണാലയത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞു. എന്നാണ് സമ്മാനം കൊടുക്കുന്ന വേദിയും കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതുപോലെ തന്നെ വേദിയും ഡേറ്റും നമ്മൾ ഇന്നും നാളെയായിട്ട് യദുകുല കൃഷ്ണകുടി സിന്ദൂരത്തിൽ പ്രഖ്യാപിക്കും. ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു കൂപ്പൺ ചെലവഴിച്ച നമ്മുടെ നവാഗതരുൾപ്പെടെ കർമ്മസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനമായിട്ട് 5 പേർ, ഒരുപാട് പേര്, 100 കണക്കിന് പേര് ഇതിൽ അധ്വാനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൂടി നമ്മളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ കഴിയില്ല. എങ്കിലും സാംസങ്ങിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ, വിലപിടിപ്പുള്ളതും അത്യാധുനിക സജ്ജീകരണമുള്ള ഫോണും ഈ സമ്മാനത്തോടൊപ്പം കിട്ടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ നിബന്ധനകൾ പോലെ തന്നെ 5 പേർ കുറിയെടുക്കുന്നത് അവിടെ നോക്കിയിട്ട് ഒരു ബുക്ക് ചെലവഴിച്ചില്ലെങ്കിൽ അവർ അനർഹരാണ്. അടുത്തതെടുക്കും. ഒരു ബുക്ക് ചെലവഴിച്ചതാണെങ്കിൽ അവർ അർഹർ. അങ്ങനെ 5 പേർ അർഹത വരുന്നവരെ ഇതിൽ നിന്നും ശരി ശരിക്കും ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ നടയെ കൊണ്ട് ഞാൻ ദർശനം നടത്തി തിരിച്ചു കൊണ്ടുവന്നു. വലിയ ഭഗവാനെ അനുമോദനങ്ങൾ. അടുത്ത ആള് നവാഗതരിലെ ഏറ്റവും നല്ല ഊർജ്ജസ്വലതയായിട്ടുള്ള 2 പേർക്കും കിട്ടിയത് കൂപ്പൺ ചെലവഴിച്ചുള്ളവർക്കുള്ള പ്രോത്സാഹന സമ്മാനം. റെഡിയാണ്. ശരി, ഈ അരികത്തുനിന്ന് ഓരോരുത്തർ വന്നാൽ എടുത്തവരെടുക്കണ്ട. മണി എടുക്കാം.
പേരെല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? നമ്പർ 3 ആരാണ്? 3 ഒരു ബുക്ക് തീർത്തതാ. ഓക്കെ. ഗീത അപ്പുക്കുട്ടന് സ്മാർട്ട് ഫോൺ. ഓക്കെ. അടുത്തത് ജയലക്ഷ്മി. പറയണ കിട്ടുക. പൈസ അടക്കിയേ എടുക്കാതിരിക്കണമെങ്കിൽ കിട്ടത്തില്ല. പിന്നെ നമ്മൾ ആർക്കും ഇല്ലാതെ പോകും. പൈസ ഒരു 25,000 രൂപയും അടച്ചിരിക്കണം. അതല്ലെങ്കിൽ നാളെ പരാതികൾക്കിടവരും. അപ്പൊ അതുകൊണ്ട് അർഹതയുള്ളവരും അടച്ചവരും പൂർണ്ണമായിട്ട് കാശ് ഇവിടെ എത്തിയവര് മാത്രമേ പറയാവൂ. അല്ലെ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്, പൈസ തരാനിരിക്കുകയാണ്, അത് കിട്ടിയില്ല. ശാന്താശങ്കരൻകുട്ടി. ഓക്കെ. ഒരു ബുക്ക് അടച്ചതാണല്ലേ? ഓക്കെ. അടുത്ത തങ്ക വിളിച്ച് വെച്ച് ആദ്യം നമ്പർ നമ്മൾ ഇടിയിച്ചില്ലേ ഇവരുടെ, അവരെയും കൂടി മത്സരത്തിൽ പെടുത്തണ്ടേ? ലതാ ബാലകൃഷ്ണൻ. അത് നിരാകരിച്ചാലും ഭഗവാൻ തിരിച്ചു തന്നെ പിന്നേൽപ്പിച്ചു. ഭഗവാന്റെ സ്പർശം. ഓക്കെ. 3 രണ്ടുപേരെയും കൂടി എടുക്കാം. ഗീത അടുത്ത്. കലാപി നായർ. ഓ കലാപി നായർ. ഓ ഭഗവാൻ കൂട്ടത്തിലുണ്ട് കേട്ടോ. എന്ത് ചെയ്യും? കമലം എസ് നായർ. അത്ഭുതമാണല്ല. ഭഗവാൻ അല്ല, ഇതിനകത്ത് നമ്മുടെ ഭഗവാന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നവരെയാണ് ഈ ഫോൺ കൊടുത്ത് കാഴ്ച. അല്ലേ? എന്റെ കൗണ്ടിങ്. ആ കൗണ്ടിങ് അത് രണ്ടുപേർക്കെന്നല്ല, ലേഡീസ് ആണെങ്കിൽ ലേഡീസിന്റെ പേര് കൊടുക്കും, ജെന്റ്സ് ആണെങ്കിൽ ജെന്റ്സിന്റെ പേര് കൊടുക്കും. ശരി, ഓപ്പൺ ചെയ്ത് കൗണ്ട് ചെയ്തു. ബോർഡില് ലേഡിയാണ് നമുക്ക് പ്രതിനിധി കൊടുക്കാൻ പറയുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ പേര്, ജെൻസ് ആണെങ്കിൽ അതിനടുത്തുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഫലപ്രഖ്യാപനത്തിൽ 73 പേരാണ് പങ്കെടുത്തത്. ആ 73 പേരിൽ ലേഡീസിൽ ഏറ്റവും കൂടുതൽ തുല്യാണ് വന്നിരിക്കുന്നത്. അതായത് കമലം എസ് നായരും വത്സലാദേവിയും 15 വോട്ട് വീതം. അതാണ് ടോപ്പ്. അപ്പോൾ അതുകൊണ്ട് അന്ന് ലേഡി ആണെങ്കിൽ അവർ രണ്ടുപേരിൽ നിന്നും കുറി എടുത്തിട്ട് ഒരാളെ നിയോഗിക്കും, ബാക്കിയെല്ലാം താഴെയാണ്. പിന്നെ 73 പേര് ജെൻസിൻ്റെ വോട്ട് ചെയ്തതിൽ 64 പേര് മുഖ്യ കോർഡിനേറ്റർക്കാണ് വോട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ ജെൻസ് ആണെങ്കിൽ മുഖ്യ കോർഡിനേറ്ററെ നിയോഗിക്കും, ലേഡി ആണെങ്കിൽ കമലം നായരെയും വത്സലാദേവിയും ഗുരുവായൂരപ്പൻ്റെ നടയിൽ കൊണ്ടുപോയിട്ട് കുറി ഇട്ടെടുത്തിട്ട്